മീൻ മേടിക്കാൻ പോവാ ഗൈസ്. കുറേ ദിവസമായി മീൻ തിന്നിട്ട്. ഹലോ ഹാരിയസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നോള് ഈ പാത്രമൊക്കെ തൂക്കി പോണത് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു 8:15 8 മണി ആ സമയമാകുമ്പോൾ ഒരു വണ്ടി വരും, മീൻ വണ്ടി വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഇതില് അയല, മറ്റേ സീഡിമുള്ള നെയ്മീൻ ഉണ്ട്. അപ്പൊ നെയ്മീൻ നമ്മൾ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ഓക്കെ, എന്നപ്പോ നെയ്മീൻ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇന്നുമോളും പറഞ്ഞു ഓക്കെ നെയ്മീൻ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് നെയ്മീനൊക്കെ നല്ലവണ്ണം വെട്ടി തരുന്നുണ്ട്. അപ്പൊ ഇന്നുമോള് ചോദിച്ചു, നമ്മൾ വളാഞ്ചേരത്തെ വീട്ടില് നമുക്ക് മീൻ മുറിച്ചിട്ടുള്ള മമ്മ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഈ മത്തി അയിലൊന്നും അല്ലേ നമ്മൾ സ്ഥിരം വാങ്ങിക്കുക, അപ്പൊ അതൊന്നും അവര് മുറിച്ച് തരില്ല, ഇങ്ങനത്തെ വലിയ മീനായ കാരണം കൊണ്ട് അവര് മുറിച്ച് തരുന്നത് ഒക്കെ പറഞ്ഞു. എന്തായാലും നല്ല സന്തോഷമായിട്ടോ. കാരണം നെയ്മീനും കിട്ടി, പിന്നെ നമുക്കിത് കൊണ്ടുപോയിട്ട് മുറിക്കുകയും വേണ്ടല്ലോ. അങ്ങനെ നമ്മള് ഇന്ന് മീൻ കൂട്ടിയിട്ടാണ് നമ്മളിത് ചോറിനാൻ പോണത്. സോ ഗൈസ്, മീനെ കെട്ടിപ്പിടിക്കരുന്ന പറഞ്ഞ ഇങ്ങനെ കെട്ടിപ്പിടിക്കായി. പിന്നെ കുറെ മീൻ കഴിച്ചിട്ട് പറയുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലാതെ ആയിരിക്കല്ല. ഇവിടെ ചിക്കനും മുട്ട അങ്ങനെ സാധനം. മീൻ കുറച്ചായി കഴിച്ചിട്ട്, അതാണ്. അല്ല ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, മീൻ കഴിക്കാൻ പൂടിയേക്കും. എന്താ പറയുക, ചിക്കൻ കാട്ടിക്ക് ഇഷ്ടം മീനാണ്. മീൻ കിട്ടില്ലേ സുഖമില്ല, അപ്പോൾ കിട്ടിയതിന് സന്തോഷം. അപ്പോൾ മീനൊരു സൈഡിൽ നിൽക്കട്ടെ, നമുക്ക് ആദ്യം രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഉപ്മാവാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ആക്ച്വലി ഞാൻ ഇതുമായിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ട്രൈ ചെയ്യാൻ പോണ നെജിമമ്മ ഇവിടെ നിൽക്കാൻ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഉപ്മാവ്, സിമ്പിൾ ഉപ്മാവ് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ആ ഉപ്മാവാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്താ എന്തോ ആർക്കറിയാം. അല്ല കടുക് വേണ്ടേ. അപ്പോൾ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി ആയതിനെ സവാള അരിയണം. സവാള കുനുകുന അരിയണം കേട്ടോ, നോട്ട് ദ പോയിന്റ്. അങ്ങനെ അതിന് ശേഷം നമ്മൾ എണ്ണ വെച്ച് കടുക് വറ പിന്നെ എനിക്ക് നമ്മൾ ഉള്ളിയിട്ട് അതും വറക്കല്ല, വയറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗണ്, പക്ഷെ എൻ്റെ കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയി. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മല്ലിച്ചപ്പ്, വേപ്പിൻ്റെ ഇല, മുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ റവ ഇട്ട് കൊടുക്കുക. റവ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂട് വെള്ളം ഒഴിക്കണേ, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇത് നെജിമമ്മ പറഞ്ഞ ടെക്നിക്കാണ്. അങ്ങനെ നമ്മൾ ഇളക്കി ഒരു പാകപ്പരിവായി വരുമ്പോൾ നമ്മളതവിടെ ഫ്രീ ആക്കിയിടണം. പിന്നെ അതിനൊന്നും കാട്ടരുത്. പിന്നെ മൂടി വെച്ച് നമ്മൾ പോരണം. അപ്പോൾ നല്ല അടിപൊളി ഉപ്മാവ് നേരാവും. അതിലേക്ക് നമ്മൾ എന്ത് കൂട്ടി കഴിക്കണം? പഴം. അങ്ങനെ സാധാരണ ഞാൻ ഇസ്തിരിയിട്ട് കൊടുക്കാറുണ്ട് സായിമോനക്ക്. പക്ഷേ ഇപ്രാവശ്യം ഞാനത് നോക്കിയില്ല. കാരണം ഓനും വേണ്ടേ പഠിക്കുക. 11 വയസ്സായില്ലേ, അപ്പോൾ ഓന് പഠിക്കട്ടെ വെച്ചിട്ട് ഞാൻ ഓനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എത്ര പറഞ്ഞാലും ഇപ്പം എന്താ, മടി ചെറുതായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പം അമ്മ സായ്മോനക്ക് പോണതിന് മുന്നേ ഉപ്മാവൊക്കെ വാരി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഓനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എഗ് റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ സകല പണികൾ ഞാൻ എടുക്കണിട്ട് എല്ലാവും ഞാൻ എടുക്കണമെന്ന് വിചാരിക്കരുത്. അപ്പുറത്തെ അമ്മ അടിക്കാൻ തുടക്കാനും പോയിക്കണം. അപ്പം ഞാൻ കുക്കിംഗ് ഏറ്റെടുത്താണ്. എനിക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് അടിക്കാൻ തുടക്കാനൊക്കെ ഇഷ്ടമല്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ചോറും പാത്രത്തേക്ക് സായ്മോനക്കുള്ള ഫുഡൊക്കെ നേരാക്കി വെച്ച് കൊടുത്ത് ഓന് എല്ലാ സാധനവും ഈ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്തോട്ടോ നേരാക്കുക. അങ്ങനെ പിന്നെ ഫുള്ള് ഉമ്മോടുമ്മ. എന്തൊരു ഉമ്മ കൊടുക്കലാണ്. പണ്ട് ഞാനും കൊടുത്തിരുന്നു, ഇപ്പം കൊടുക്കാനൊക്കെ ചെറിയൊരു മടി. അങ്ങനെ അതിന് ശേഷം നമ്മൾ അപ്പുറത്ത് മാറ്റി വെച്ച് മീനെടുത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടണ്ടേ. അപ്പം ഞാൻ മീൻ കറിയും മീൻ വറുത്തതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കറിക്കും വറുക്കാനുള്ളതും കൂടി മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഇട്ടിട്ട് ചെറിയുള്ളി, ഞാൻ സാധാരണ സവാള ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റി ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയുള്ളി ഇട്ട് അത് നന്നായിട്ട് ബ്രൗൺ കളറായപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ബ്രൗൺ കളറായപ്പോൾ മുളക് ഇട്ടു, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡറും ഉണ്ട്, സാധാരണ മുളക് പൊടി ഉണ്ട് കേട്ടോ. കാശ്മീരി കുറച്ച് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടുന്നത്, മറ്റേ മുളക് പൊടി കളർ ഉണ്ടാകാൻ വേണ്ടി ഇട്ടാൽ എരിഞ്ഞിട്ട് എവിടേക്കോ എത്തും. അങ്ങനെ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കണം. സത്യം പറഞ്ഞാൽ മുളക് കറിക്ക് മല്ലിപ്പൊടി ഇടാറില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. എനിക്കെപ്പോഴും വെറൈറ്റി നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. മീൻ ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് മാറ്റി വെക്കണം. അതും ഇതേപോലെ ഇളക്കി കഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ വെറൈറ്റിക്ക് ഗാർണിഷിങ്ങിന് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കസൂരി മേത്തി ഇല്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല. കസൂരി മേത്തി എല്ലാത്തിലും വേണം. അങ്ങനെ കുറച്ച് എണ്ണയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ചിട്ടൊരു ഭാഗത്ത് വെക്കണം. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ മീൻ വറുക്കണം. മീൻ വറുക്കണതിൻ്റെ മേലെ നമ്മൾ വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കാണുന്നത് മറ്റേ വേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ അതൊരു വേറൊരു ഫ്ലേവറാണ്. ഇന്നലെ ഇവിടെ അടുത്ത റൂമിൽ നിന്ന് മീൻ പൊരിക്കണമാണെങ്കിൽ ഇന്നലെ സായി കുട്ടിക്കോട്ടെ മീൻ പൊരിക്കണം അറിയുന്നേ. നമ്മൾ നെയ്മീൻ പൊരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആപ്പവും മീൻ തരാം, നെയ്മീനാണ് നെയ്മീൻ. മണല്ലേ, മണം എങ്ങനെ ഉണ്ടാവാതിരിക്കും? കറിയാണ് ഹൈലൈറ്റ്. നോക്കിയാട്ടെ. നമ്മളെ മിക്സി കേടുവന്നിരിക്കുകയാണ് കേട്ടോ. മിക്സി അത് വാഷിംഗ് മെഷീനിൽ പെട്ടാണെന്നുണ്ടെങ്കിലും വാഷിംഗ് മെഷീനിൽ പെട്ടി. സോറി
മെഷീന്റെ പെട്ടി. നമ്മൾ മിക്സി കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മിക്സി വേറെ വാങ്ങിക്കലാന്ന് പറ്റില്ല. ഞാൻ പോയിട്ട് മിക്സി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ മിക്സി കിടന്നിട്ട് 2 ദിവസമായി കേട്ടോ. മിക്സി ഇല്ലാതെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ബിസ്മിക്കാണ് കേട്ടോ മിക്സി വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ റെഡി ക്യാഷിന് ഒരു 4-5 രൂപൻ്റെ ബഡ്ജറ്റിലുള്ള മിക്സി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ അവിടുത്തെ ചേച്ചി എന്നെ പ്രലോഭിപ്പിച്ചിട്ട് വേറെ മിക്സിയാണ് വാങ്ങിപ്പിച്ചത്. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. പിന്നെ ബിസ്മി പോയപ്പോൾ അവിടെ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ബിസ്മിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു വിശാലമായ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഒരു ഇയർഫോണൊക്കെ വാങ്ങിക്കാൻ നോക്കി, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് മിക്സിയുമായിട്ട് നമ്മൾ നേരെ അങ്ങനെ നമ്മൾ മിക്സി എല്ലാം വാങ്ങിച്ച് വന്നു. പിന്നെ എനിക്ക് മമ്മിന്റെ ഒരു കഥ പറയാം. മമ്മിൻ്റെ കാര്യം അറിയില്ലേ? അമ്മ മിക്സി മേടിക്കാനും വേറെ 2-3 ആവശ്യമുള്ള സാധനം മേടിക്കാൻ വേണ്ടി പോയതാ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതൊക്കെ ആവശ്യമുള്ള സാധനമാണ്. എന്റെ മമ്മ കടയിലേക്ക് പോയാല് പക്ഷെ മിക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സി അതായത് ഞാൻ പറഞ്ഞ കടത്തിലാണെങ്കിൽ 2 EMI കാർഡ് ഉണ്ടായിരുന്നു. ഉടനടി നമ്മൾ മിക്സി വലിയൊരു മിക്സി മേടിച്ചു. നോക്കിയത് അതായത് നമ്മൾ പ്രീതിന്റെ ഫുഡ് പ്രോസസ്സറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെ, നമുക്ക് മാവ് കുഴക്കാം. കറക്റ്റ് അല്ലേ? ചപ്പാത്തി മാവ് കുഴക്കാം, വെജിറ്റബിൾസ് കട്ട് ചെയ്യാം, ഫ്രഷ് ജ്യൂസ് എടുക്കാം, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഉണ്ടാക്കുന്ന അറിയാം. തേങ്ങാ ചമ്മന്തി, എന്തായാലും ഫ്രഷ് ജ്യൂസ് കുടിച്ചുകൂടെ ഇനി മുതൽ. നീ സംഭവം എടുക്ക. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഗ്രാൻഡായിട്ട് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ കഞ്ഞി, ഉണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി. എടി ഇത് കുറെ കാലത്തേക്കുള്ള സംഭവമല്ലേ. എടി സായിബിട്ട് വരണ്ടേ ഇത് അൺബോക്സ് ചെയ്യാൻ? തുറക്ക്, നമ്മളെ മിക്സി തുറക്ക് മോളെ. പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി. ഇവിടെ കളർഫുൾ ചിത്രമൊക്കെ ഉണ്ട്. ഇവിടെ മാവരക്കണോ എന്തരക്കണം എന്നുണ്ടെങ്കിൽ സാധനമൊക്കെ ഉണ്ട്. ഇവിടെ നാരങ്ങ പിഴിയാന്ന് കണ്ടാ, നാരങ്ങ പിഴിയുന്നത് യന്ത്രമാണ് ഈ കാണുന്നത്. നാരങ്ങ കൊണ്ടിട്ടില്ല എന്റെ അമ്മ. ഗായ് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ലൂസ് മോഷൻ വന്നു. ഞാൻ കടയൊക്കെ ഇവിടുന്ന് പോകുമ്പോ ലൂസ് മോഷൻ പിടിച്ചിട്ടൊക്കെ എടുക്കണത്. ഞാൻ നാരങ്ങ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഈ വലിയ മിക്സി മേടിച്ച് അപ്പുറത്ത് നാരങ്ങ പിഴിയാന്ന് കേൾക്കുമ്പോഴെങ്കിലും ഒരു നാരങ്ങ കരിഞ്ഞ നാരങ്ങ. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. എന്നിട്ട് പല വേറെ സാധനം പറയാത്ത മേടിച്ചോണ്ടിരിക്കുന്നു. നീ മിക്സി തുറക്കും കുഞ്ഞെ. ഇതൊക്കെ എവിടെപ്പാട് ആദ്യം തുറക്കുന്ന ആയിട്ടില്ല. ഇനി കളറുകളുണ്ട്. സാധാരണ പോലെ തന്നെയാണ്. എന്നിട്ട് ഈ കത്തി വായി നിർത്തി തന്നിട്ട് വേണം യൂട്യൂബ് കമന്റ് ഓഫ് ആക്കാൻ. ഓ ഏതാ പോളെ കത്തി മുളച്ച് വരട്ടെ. ഇത് അതിന്റെ ജാറുകളാണ് അല്ലത്. ഇതൊക്കെ നമ്മൾ അതതിന്റെ ബ്ലേഡ് കട്ട് ചെയ്യണതല്ലേ. ഇതൊക്കെ ആദ്യം നമ്മൾ പഠിച്ചിട്ട് വേണം. ഇതിനുള്ള എന്താണ് അതിനുള്ള ആ മാവ് കുഴക്കണ സാധനം. പൊളിക്കും. ഡെയിലി ചപ്പാത്തി. നമുക്ക് ഉഴുന്നരക്കല്ലേ? അരക്കാണ്ടേ, ഉഴുന്ന് വരക്കാം. ആദ്യം തന്നെ ഉഴുന്ന് പോയി അരക്കാം. അടുത്ത പ്രശ്നം, സാധനം മേടിച്ചു അടുക്കള വെക്കാൻ സ്ഥലമല്ല. ഇതാണ് മിക്സി വെക്കുന്ന ഏരിയ. മറ്റേതാകെ 3 മിക്സി ഒരു ഇതിന്റെ ഇത് മാത്രമേ വെക്കുള്ളൂ, മെഷീൻ മാത്രമേ വെക്കുള്ളൂ. മറ്റേ മിക്സി വെക്കൂലല്ലോ. ഇതിപ്പോ സാധനം മൊത്തം വെക്കേണ്ട അവസ്ഥയായി. പുത്തം പുതിയ ആൾക്കാരാണെങ്കിലേ ആളെ കാണിക്കാൻ സ്ഥലം കുറവായി പോയില്ലേ. ആ ഉള്ള സ്ഥലം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഈ സ്ഥലം മുഴുവൻ മിക്സി ഈ പറഞ്ഞ പോലെ ജാറ് പഞ്ഞ് നമ്മളിങ്ങനെ താഴ്ത്തു വെക്കാൻ പറ്റില്ല. ഇതൊക്കെ വെക്കാൻ പറ്റും. ഈ സാധനം അറിയില്ല. അതിന്റെ നേരത്തെ തന്നെ വെക്കേണ്ടി വരും. ഇതടിമുടിയിൽ നാണം പനി അങ്ങനെ കവർ വീണം എല്ലാത്തിനും കെട്ടിപ്പിടിക്കാൻ പുറത്തേക്ക് എടുക്കണ്ടേ? അത് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. വാവ്, ഇപ്പൊ ഇവിടെ വന്നിട്ട് പുതിയ സാധനങ്ങൾ മണം അടിച്ചടിച്ചടിച്ചടിച്ചിട്ട് മറ്റേ പെട്രോളിന്റെ മണം, പുതിയ സാധനം മണം, പുതിയ നോട്ട്ബുക്കിന്റെ മണം. സൈക്കോ എടുത്തൊക്കെ അറിയില്ല. വാറണ്ടിക്ക് അതൊക്കെ എടുത്തൊക്കെ പഠിച്ചോനെ. നമ്മളടുത്ത വലിയ വലിയ മിക്സികള്. എവിടെ? ഇത് കറങ്ങുന്ന സാധനം, മൂടുന്ന സാധനം. അത് ബ്ലേഡ് അടി. ഇത് മൂടുന്ന സാധനം. അത് മൂടുന്ന സാധനം. അതാ പറഞ്ഞു.
ഇതെന്താ ഇത് മൂടുന്ന സാധനം. അത് പുറത്തേക്ക് വെച്ചോളൂ. ഹായ് ഇത് വാ തുറക്കുക സിസേഡിൻ്റെ എന്താണ് ഡോർ. എന്താണ് അതിൻ്റെ ഉള്ളിൽ? മാവ് കുഴച്ചങ്ങനെ എടുക്കണ്ടേ? ഇതെന്തിനറിയോ? മിക്സിന്റെ തലപ്പത്ത് ഇങ്ങനെ. ഓക്കെ. ഇതെന്തിനറിയോ? അടുത്ത സാധനം ടൈറ്റ് ആക്കാൻ. ഇതൊന്നും അറിയില്ലല്ലേ? ഇതൊക്കെ എത്ര കാലം അടുക്കളയിൽ കയറിയിട്ട്. ഇവിടെ എന്തോ ഒരു പെട്ടിയുണ്ട്, ചിലപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലേ? പറ്റിക്കപ്പെട്ടോ? ഇനി എന്ത് പറ്റിയാ? തുറന്നു നോക്കി എന്തെങ്കിലും ഉണ്ടാവും. അനക്കല്ലോ ഗിഫ്റ്റ് ഉണ്ടാവും അതിൻ്റെ അടുത്ത്. എന്താണൊന്നുമില്ല. കുടഞ്ഞൊക്കെ ഇത് അടിയിൽ പൊങ്ങി വെക്കാൻ വേണ്ടിട്ടേ ഈ പെട്ടിയൊക്കെ എടുത്തു വെക്ക പണ്ടേ. ഈ പെട്ടിയോട് എടുത്തേക്കാം. ഇത് ഗതയുടെ അടുത്തൊക്കെ പിന്നെന്താ? ഞാൻ പറഞ്ഞു നമ്മുടെ 10 വ്യത്യാസം ഈ റാക്കിന്റെ മുകളിൽ വെച്ചോ. ഈ റാക്കിന്റെ മുകളിൽ നമുക്ക് എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ കിട്ടിയ കാർഡ്ബോർഡാണ് കേട്ടോ. മറ്റേ കാർഡ്ബോർഡ് അല്ല തെർമോക്കോൾ. അതുകൊണ്ട് ഇന്നുമോള് എന്തോ ഒരു അസംസ്കൃത വസ്തു ഉണ്ടാക്കുമ്പോൾ വെച്ചു. ഇന്നേ വരെ ഒരു വസ്തുവും ഉണ്ടാക്കി കണ്ടില്ല. ഉണ്ടാക്കൂ. ഞാൻ എനിക്കിപ്പോ വയറുവേനാണ്. മോഷൻ കവർ പിടിച്ചിട്ട് മാത്രം നോക്കുമ്പോൾ പേടിയാവും കേട്ടോ. തോന്നില്ലേ? അജയം ബ്ലാക്ക് മിക്സി പോയിട്ട് നമ്മള് ബ്ലാക്ക് മിക്സി തന്നെ വാങ്ങിച്ചു. നോ ഗ്രേ മിക്സി. ഇത് ഗ്രേ കളർ. അത് മറ്റേത് അരങ്ങില്ല. പ്രീതി എന്താണ് കൊടുത്തിട്ടുള്ളൂ? നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ത് വെച്ച് കാണിക്കുന്നത്? കാണിച്ചാൽ എന്താ കാട്ടണം? കണ്ടോ കണ്ടോ കണ്ടോ? എന്താണ് ഇത് പറിച്ചെടുക്കണതോ? സാറ്റിസ്ഫാക്ഷനോ? അതിന്റെ അയ്യോ സോറി ഇടാൻ വേണ്ടിയില്ല. പക്ഷെ സോറിനെ വന്നേ, ഇവിടെ വന്നേ. മമ്മ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നേ. ജീജി പോയി. ഇതെന്താ വാങ്ങിച്ചത്? ഇതെന്താണ്? എന്തൊക്കെയാണ് എനിക്ക് പറ. മിക്സിയാണേ. ജീജി അറേഞ്ച് ചെയ്യാം. അപ്പൊ കാണാം. അങ്ങോട്ട് നോക്ക്, മുകളിൽ നോക്ക്, റാക്കിന്റെ മുകളിൽ നോക്ക്. കണ്ടോ? ഇതിന്റെ മൂടി ഇത് ഓക്കെ അല്ലേ? അല്ലേ ഫുഡ് പ്രോസസർ നോക്കി കഴിഞ്ഞു. വല്ലാതെ ഇതാക്കണ്ട. ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്റെ സായിക്കുട്ടിയെ എന്തേ എന്തേ ജീജി ചൈനീസ് ഡിഷ് ഉണ്ടാക്കുന്നതാണ്. എടി അനക്ക് വെറുതെ പറഞ്ഞിട്ട് രാവിലെ മുതൽ വയറിളക്കം. എന്റെ കുട്ടിക്ക് കൊടുത്ത് എന്റെ കുട്ടി ജീവനോട് രക്ഷപ്പെട്ട് വന്നതും പോരാ അന്നൊരു ചൈനീസ് ഫുഡ് പറഞ്ഞു. ഓ ഏത് പൊന്നെ? ശരിയോ? അത് അതിന്റെ ഉള്ളിൽ എഗ്ഗാണ്. എന്തിനാണ് അതൊന്നും വീഡിയോ പറയല്ലേ, അവരെന്ത് മാനം പോകും. നമ്മളീ ഇത് കണ്ടിട്ടാണ് സായിക്കുട്ടി ചോദിക്കുന്നത്. ഇതിന്റെ ഉള്ളില് മറ്റേ ഒരു ട്രേ എഗ്ഗാണ്. എന്താ സായിക്കുട്ടിയെ? ഞാൻ പൊളിക്കുന്നു. അതെന്താണ്? നെയ്മീൻ പൊരിച്ചത്, നെയ്മീൻ കറി. നെയ്മീൻ പൊരിച്ചത് ജീജി ഉണ്ടാക്കിയ നെയ്മീൻ കറി നെയ്മീൻ പൊരിച്ചതാണ് മോനെ. ഓ എന്താ ചങ്ങായി ചൊറിയണത്? എന്നോട് ഷർട്ട് ഇടാതെ വീടിന്റെ മുമ്പിൽ വരരുത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ഷർട്ട് ഇടോ? സായിക്കുട്ടിക്ക് എപ്പോൾ ചോറുണ്ടുമ്പോഴും വെളിച്ചെണ്ണ വേണം. ഇപ്പൊ നല്ല ബോട്ടിലിട്ട് നല്ല സുഖമായില്ലേ വെളിച്ചെണ്ണ ഒഴിക്കാന്? ഏതാ പണ്ട് വെളിച്ചെണ്ണ സ്പ്രേ അടിക്കല്? അവസാനം ഇന്നുമോൾക്ക് തന്നെ മനസ്സിലായില്ല ഇത് എവിടൊക്കെ എന്തൊക്കെ ചേർക്കേണ്ടത്. നമുക്ക് കാറ്റലോഗ് നോക്കി കണ്ടെത്താം. അല്ല രണ്ട് മൂടി എക്സ്ട്രാ. ഈ രണ്ട് മൂടി വേണമെങ്കിലേ ചിലപ്പോ ഇത് അഴിച്ചു വെക്കാനൊക്കെ അറിയാം. ഇത് രണ്ടും അതിന്റെ എക്സ്ട്രാ മൂടി ആയിരിക്കും. അപ്പൊ നമ്മള് ഒരുക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില സുന ആപ്ലിക്കേഷനുകൾ എവിടെ വെക്കണം എന്ന് മനസ്സിലായിട്ടില്ല. അതായത് ഈ സാധനം
ഈ ഒരു ഹോസ് ഇതിപ്പോ നമുക്ക് പൈപ്പിന്റെ വീട്ടിൽ വെച്ചോക്കില്ല, എവിടെ വെക്കണ്ടെന്ന് അറിയില്ല. അങ്ങനെ 2-3 സാധനങ്ങൾ എവിടെയാണ് എന്താണ് ഇതിന്റെ ഉള്ളിലാണ് സംഭവം കണ്ടെത്തി, പക്ഷെ എവിടെ വെക്കണ്ടെന്ന് അറിയില്ല. അപ്പൊ അത് കുറച്ചും കൂടി നമ്മള് മാനുവലൊക്കെ നോക്കിയിട്ട് പഠിച്ച് മനസ്സിലാക്കാണ്ട്. അപ്പൊ നമ്മൾ നാളെ ആണ് ഇതിന് ഉദ്ഘാടനം തോന്നുന്നു. ഇന്ന് തന്നെ ഓർമ്മ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാനില്ല. നാളെ തുറന്നു, അത് നാളെ ചപ്പാത്തി ആയിക്കോട്ടെ. അല്ല വേണ്ട, നമുക്ക് ഉഴുന്നരക്കാണ്ട്, അതെ മാവരക്കാണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ മിക്സ് ഇത് എങ്ങനെയാണെങ്കിൽ നമ്മൾ താത്തെടുത്തേക്ക ഇവിടെ ഇരുന്നോട്ടെ. മറ്റേത് കോലം കെട്ടക്കാരോട് താത്തിട്ട് കോലം കെട്ടിട്ടില്ലല്ലോ, കോലം വരുമ്പോ താത്തിട്ട് ഇപ്പൊ നല്ല ചൊറുക്കുള്ള അങ്ങനെ വെക്കാം. ഓ പിന്നെ പോന്നെ നമ്മളെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ വാങ്ങിച്ച എല്ലാ സംഭവങ്ങളും എല്ലാം ബ്ലാക്ക് ആണ്. നമ്മളെ വാഷിംഗ് മെഷീൻ അത് ബ്ലാക്ക് ആക്കി. സ്റ്റൗ വേണമായിരുന്നു, സ്റ്റൗ കാണുന്നതെല്ലാം കറുപ്പാക്കി. കാണാത്തൊക്കെ വേറെ ഇനി ഒരുത്തനുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാം കേടുവരാ. അമ്മ ഇപ്പൊ തന്നെ കാണുമ്പോ പറയും ഇനി മേടിക്കണമെന്നുണ്ടെങ്കിൽ 2 ആന എന്ന് പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഡോർ വലിയ ഫ്രിഡ്ജ് മേടിക്കണം എന്നാ പറഞ്ഞത്. ബ്ലാക്ക് ആയിരിക്കും അത് മേടിക്കാൻ. ഇതേപോലെ 10-12 എഴുതി കൊടുത്താൽ മേലെ കൊടുക്കണം. നമ്മളോട് വന്നിട്ടില്ല സംഭവങ്ങളെ കേടുവരാണ് സംഭവം. നമുക്ക് വേണമെങ്കിൽ കറുത്ത ഇത് ഒട്ടിക്കാം, വാൾപേപ്പർ അങ്ങനെ ചെയ്യാം. എങ്ങനെയുണ്ട് സായിക്കുട്ടിയെ? നെയ്മീൻ കറിയും നെയ്മീൻ വറുത്തതും കൊള്ളൂല? അടിപൊളിയായിട്ടില്ലേ? ചോറും കൊള്ളാം. കറി കുറച്ച് എരിവുണ്ടോ? ഇന്ന് എല്ലാം ചീജിന്റെ വകയാണ്, എല്ലാം ചീജിയാണ്. ഒന്നും എല്ലാം ചീജിയാണ്. ഞാൻ കിച്ചണിക്കന്നെ കയറിയിട്ടില്ല. അതായിരിക്കും അല്ലേ? ഓ ഇനി ചോറ് വേണ്ടേ? ഒരു മീൻ വറുത്തൊക്കെ കഴിച്ചൂട്. ഇവിടെ കുറേ ദിവസമായി ഞങ്ങൾ മീൻ വറുത്ത് കഴിച്ചിട്ട്. അപ്പോൾ മീൻ കണ്ടെയ്നറിൽ പൊലി വളർപ്പ് സായിക്കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മിക്സി രാവിലെ ഉദ്ഘാടനം ചെയ്താൽ മതി എന്നിട്ട് വിചാരിച്ചു, പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മളടുത്ത് കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ ആ പൈനാപ്പിളൊക്കെ വെട്ടിക്കൂട്ടി ഒരു ഫ്രഷ് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പഴയ മിക്സി നമ്മൾ ഒരു മിക്സി ഇല്ലാത്ത ഒരു വീട്ടുകാർക്ക് കൊടുത്തു. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ ഇതിന് എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പഴയ മിക്സി ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് മിക്സി പുതിയതായി. അപ്പോൾ നമ്മൾ രാവിലെ നീട്ടിട്ട് നമുക്ക് നമ്മളെ ഫുഡ് പ്രോസസ്സർ അല്ലേ? അതെ അതെ, ഫുഡ് പ്രോസസ്സർ ഇല്ലേ, അതിന് നമ്മള് ഇന്ന് മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അല്ലാതെ നമുക്ക് ചപ്പാത്തി കുഴക്കാം, സ്ലൈസ് ചെയ്യാം, മാവ് ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. അപ്പൊ നമ്മള് മാവ് ഉണ്ടാക്കിയിട്ട് ഊർദോശ നല്ല പറയുന്നത്, ഊർദോശ ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ട് ഇതല്ല കേട്ടോ ഉദ്ഘാടനം ചെയ്തിരിക്കണത്. ഇന്നലെ രാത്രി ജ്യൂസ് അടിക്കല് കഴിഞ്ഞിരിക്കുന്നത്, പൈനാപ്പിൾ ജ്യൂസ് അടിക്കല് കഴിഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്നല്ല കേട്ടോ ആദ്യം തുറക്കണത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ മിക്സി ഉപയോഗിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ചട്നി ഉണ്ടാക്കാൻ പോവാണ് ആദ്യമായിട്ട് മിക്സിയിൽ. ഇതിൽ പേര് മിക്സിയിൽ ചട്നി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇതാവല്ലേ? അതല്ല തേങ്ങ അരി അരക്കുന്നത്. ഇതാവല്ലേ? അതാണ് തേങ്ങ അരക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ചട്നി ഉണ്ടാക്കാൻ പോവാണ്. എന്നാ പിന്നെ കാണാം. അപ്പോൾ നമ്മൾ തേങ്ങ ചെറിയ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നലെ അമർത്തി വെച്ചത് തുറന്നിട്ട് കിട്ടുന്നില്ല. അതിനുള്ള ബലമില്ല എനിക്ക് മിക്സി കൊടുക്കാൻ. കിട്ടി ഗൈസ്, സിമ്പിൾ. ഞങ്ങള് മറ്റേ മിക്സിക്ക് വെള്ള ലൈറ്റ്, ഇത് നീല ലൈറ്റാണ് കത്തുന്നത്. ഇവിടെ ലൈറ്റ് കത്തിക്കുന്നത് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സോറി ഗൈസ്. നമുക്ക് അല്ല ഇവിടെ ലൈറ്റ് കത്തിക്കണം, ഈ ലൈറ്റ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫ്രഷ് മിക്സി അരഞ്ഞിങ്ങനെ വരും, വെള്ളമാവും. ആ തരിപ്പല്ല, തരിയാരി ഉണ്ടാവില്ല, വെള്ളമായി മാറും. ഇതിന് ഞാൻ സൗണ്ട് ഉണ്ടാവൂല എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ മറ്റേ മിക്സിനെ കാട്ടി ഹലാക്കിന്റെ ഒച്ചയാണ് ഇത്. കടുകൂടലാണ് തീ കുറക്കാനും മറന്നു ഞാന്. അടുത്തേക്ക് നിൽക്കാൻ പറ്റാതെയായി. അതെ, ഇതിങ്ങനെ കാട്ടാൻ പാടില്ല. ഇത് വലിയ കുക്കാന്നാണ് എല്ലാവരും വിചാരം. സംഭവം ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടായും. കുക്ക് ചെയ്യുന്നതിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളൂ. പേടിയൊന്നുമില്ല, ചെറിയ ഭയം. വെള്ളം പോലെ എന്ന് പറഞ്ഞാൽ അത്രയും പ്രതീക്ഷിച്ചില്ല. കുറച്ച് കൂടുതൽ വെള്ളമായിരുന്നു. സോ ഞാൻ ഇന്ന് തന്നെ പൊക്ക് കൊണ്ട് വിചാരിക്കും. ഞാൻ എന്തുണ്ടാക്കിയാലും അപാര ടേസ്റ്റ് ആയിരിക്കും അല്ലേ മമ്മി? ആ
അപ്പം ആ അമ്മിൽ മനസ്സിലായില്ലേ. അപ്പം അതേപോലെ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഈ ചട്നിക്കും അതെ അപ്പാല ടേസ്റ്റ്. ഇത് ദോശ കൂടി കൂട്ടി കഴിച്ചാൽ മതി. സത്യം ദോശൻ്റെ ടേസ്റ്റ് അല്ല, എൻ്റെ ചട്നിൻ്റെ ടേസ്റ്റാണ് വായയിൽ വരിക. കഴിക്കുമ്പോൾ കാണാൻ കേട്ടോ. സോ നമ്മൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മീൻകറി കുറച്ചുള്ളൂ മീൻസ് ഞങ്ങൾക്ക് ഉച്ചക്ക് രാത്രി ഞാൻ തൊട്ട് കൂട്ടാറില്ല. അപ്പോൾ ഈ കറി ഇത്ര പോരാൻ ചമ്മന്തി ആയിപ്പോയി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നീട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറിയപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാം. തേങ്ങ വെറുതെ അരക്കാം, തേങ്ങ ഇച്ചിരി മസാല ചേർക്കണം. മസാല ചേർത്ത് അരക്കാം. നമുക്ക് ഒരു പണി അടുത്ത പണി തന്നെയാണ്. ഞാൻ കുപ്പിന്ന് വന്ന് പൂതോ അത് അങ്ങനെ പറയരുത്, ഇത് തന്നെ മെഡിക്കാണ്. എല്ലാ ജോലിയും ചെയ്യുന്നു. എന്താ അലക്കുന്ന ലൂസ് മോശം വന്നിട്ടോ എൻ്റെ ലൂസ് മോശം പറഞ്ഞ വർഷം മലങ്ങിയത് വിശക്കുണ്ട് നല്ലോണം. അമ്മയുടെ ദോശ പതുക്കെ ഉണ്ടാക്കാം. സ്ലോ മോഷൻ ഇങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് ചട്നി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പഠിച്ചൂടെ എന്നെ കണ്ടിട്ട്. അപ്പോൾ സായ്മോൻക്ക് ദോശയാണ് സ്കൂൾ കൊണ്ടുപോകുള്ളത്. ദോശയൊക്കെ മമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണം. ചട്നി നിറച്ച് വെച്ചൂട്, ചട്ടി ഒഴിച്ചൂട്. ഈ പാത്രം എടുക്കടാ. ഞാൻ സായിക്കുട്ടി ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ജോലികളും ചെയ്യിപ്പിക്കില്ല. അടിസ്ഥാനമായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്നല്ലാതെ. പക്ഷേ ഇവൻ്റെ ഒരു കളി ഇന്നുമോളത്തും നടക്കില്ല. ഇന്നുമോള് എപ്പോഴും പറയും ആരെയും ആശ്രയിക്കരുത്, നമ്മളെ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പട്ടാളച്ചിട്ട ഇട്ട് പഠിപ്പിക്കലാണ് ഇന്നുമോളുടെ പണി. എന്തായാലും ഒരു നല്ലൊരു കാര്യമാണ്. നാളെ അവനക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു കഴിവുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നാളെ പുതിയൊരു വിശേഷവുമായിട്ട് ഉടനെ വരും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.